ഇന്ന് കൂടാരപ്പെരുന്നാളിന് ശേഷം വരുന്ന ഒന്നാമത്തെ ഞായറാഴ്ചയാണ്. ഇന്നത്തെ വേദഭാഗം ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായത്തിന്റെ 28 മുതൽ 32 വരെയുള്ള വാക്യങ്ങളാണ്. ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് ഈ വേദഭാഗം ആരംഭിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? കർത്താവ് തൻ്റെ കൂടെയുള്ളവരോട് ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അതെന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ തന്നെ വിധിപ്പാൻ അവരോട് ആവശ്യപ്പെടുകയാണ്. അതുകൊണ്ടാണ് അവൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? രണ്ട് മക്കളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഒരപ്പന് രണ്ട് മക്കൾ. മൂത്തവന്റെ അടുക്കൽ ചെന്ന് അപ്പൻ ആവശ്യപ്പെട്ടു, മോനെ നീ മുന്തിരിത്തോപ്പിൽ പോയി വേല ചെയ്യണം. അവൻ പറഞ്ഞു, ഞാൻ പോകാം. പക്ഷേ അവൻ പോയില്ല. അപ്പൻ രണ്ടാമത്തേവന്റെ അടുക്കൽ ചെന്നു. അവൻ പറഞ്ഞു, ഞാൻ പോകുകയില്ല. അവനാകട്ടെ പോയി താനും. പ്രിയപ്പെട്ടവരെ, ഈ വേദഭാഗം തുടർന്ന് വായിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, കർത്താവ് പറയുകയാണ്, നിങ്ങളെക്കാൾ മുമ്പായി ചുങ്കക്കാരും വേശ്യാസ്ത്രീകളും സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കും. നമുക്കറിയാം, ഇന്ന് ഈ ലോകത്തിൽ നല്ലവരെ തേടി അലയുന്നവരായ മനുഷ്യരെ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ ദോഷമുള്ളവരെ തേടി അലയുന്നവനായ ഒരു ദൈവത്തെ നമുക്ക് കണ്ടെത്തുവാൻ സാധിച്ചിട്ടുണ്ട്. രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ആരാണ് നല്ലവൻ, ആരാണ് ചീത്ത എന്നുള്ളത് വിവേചിച്ചറിയുവാനുള്ളതായ അവസരം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ട്. ശുദ്ധമുള്ള മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം വായിക്കുമ്പോൾ 1 മുതലുള്ള വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, കർത്താവ് ഇപ്രകാരം കൽപ്പിക്കുകയാണ്, നിങ്ങൾ ആരെയും വിധിക്കരുത്. കാരണം നിന്റെ കണ്ണിൽ കോലിരിക്കുമ്പോൾ മറ്റുള്ളവന്റെ കണ്ണിലെ കരടെടുക്കുവാനായി നീ ഒരു ശ്രമം നടത്തരുത്. നല്ല ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരണം. ഫലം കൊണ്ടാണ് വൃക്ഷത്തെ തിരിച്ചറിയുന്നത്. മൂത്തവനാകട്ടെ പോകുകയില്ല എന്ന് പറഞ്ഞിട്ട് അവൻ പോയി. അവൻ അപ്പനെ അനുസരിക്കുന്നവനായി തീർന്നു. അവന്റെ ഫലം നല്ലതായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ലോകത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കളകളും വിളകളും നമുക്ക് കാണുവാൻ സാധിക്കും. ഈ കളകളും വിളകളും എന്നേക്കും നിലനിൽക്കുന്നതല്ല. ഇന്നല്ലെങ്കിൽ നാളെ കളകളെല്ലാം ദൂരീകരിക്കപ്പെട്ട് വിളകൾ കൂടുതൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. അതിനുവേണ്ടിയുള്ള ഒരു ഒരുക്കവും ഒരു സമർപ്പണവും ഒക്കെയാണ് ഇന്ന് മനുഷ്യനെ ശ്രേഷ്ഠനാക്കി തീർക്കുന്നത്. നന്മയെ കാണാതിരിക്കുവാനും ഇല്ലാത്ത തിന്മയെ കാണുവാനുമുള്ള മനുഷ്യന് കഴിവുണ്ട്. ഒരു സംഭവം ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരിക്കൽ തൈസ് നദിയുടെ തീരത്ത് മഞ്ഞുകാലത്ത് ഒരു മനുഷ്യൻ മദ്യപിച്ചിരിക്കുകയാണ്. അനേകർ അതുവഴി ദേവാലയത്തിൽ പോകുന്നുണ്ട്, മടങ്ങി വരുന്നുണ്ട്. ഈ നദിയുടെ തീരത്ത് ഇദ്ദേഹം ഇരിക്കുന്നു. ഈ വഴി കടന്നു പോകുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു കുട്ടി കാൽവഴുതി വെള്ളത്തിലേക്ക് വീണു. കൂടെയുണ്ടായിരുന്നവരെല്ലാവരും വാവിട്ട് കരഞ്ഞു, കുഞ്ഞിനെ രക്ഷിക്കണം. എന്താണ് അവിടെ സംഭവിക്കുന്നത്? തൈമസ് നദിയുടെ തീരത്തിരിക്കുന്നവനായി ഈ മനുഷ്യൻ ഈ വെള്ളത്തിലേക്ക് തന്നെ മറന്നുകൊണ്ടെടുത്ത് ചാടി. അദ്ദേഹം ഈ കുഞ്ഞിനെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, കളകൾ പറിച്ചു നീക്കി വിളകൾ മാത്രമെന്ന് ആരും വിചാരിക്കേണ്ട. ചിലപ്പോൾ കളകളായിരിക്കാം നാളത്തെ വിളകളായി മാറ്റപ്പെടുന്നത്. നമ്മുടെ ഉള്ളിലെ നന്മയെ നമ്മൾ തിരിച്ചറിയേണ്ടത് അവരന്റെ ഉള്ളിലെ തിന്മയെന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ടാകണം.
കളകളൊക്കെ കാലാകാലത്തേക്കുള്ളതല്ല, അതൊക്കെ ഒരു നിശ്ചിത സമയത്തേക്ക് വേണ്ടി മാത്രമത്രേ. കാലങ്ങൾ കഴിയുമ്പോൾ കളകളും നല്ലതും തമ്മിൽ വേർതിരിക്കുന്നതായ ഒരു ദിനമുണ്ടാകും. ആ ദിനത്തിൽ കളകളെല്ലാം പാറ്റി ദൂരെ തീയിലിട്ട് ചുട്ടുകളയുമെന്ന് തിരുവചനത്തിൽ നമ്മൾ വായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ നിശ്ചയവും ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പും തീരുമാനവും എന്തെന്ന് മനസ്സിലാക്കുവാൻ, വിവേചിച്ചറിയുവാനുള്ള വലിയ ഒരു സമർപ്പണം നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആവശ്യമാണ്. പഴയ നിയമ പുസ്തകത്തിൽ നമ്മൾ യാക്കോബിനെ കാണുന്നുണ്ട്. യാക്കോബിനെയാണ് പിൽക്കാലങ്ങളിൽ ഇസ്രായേൽ എന്ന് യഹോവയായ ദൈവം വിളിക്കുന്നത്. യാക്കോബ് ആരായിരുന്നു? യാക്കോബ് ഒരു ചതിയനായിരുന്നു. അവനൊരു കുരുട്ടുബുദ്ധിക്കാരനായിരുന്നു, വക്രത നിറഞ്ഞവനായിരുന്നു. പക്ഷേ ദൈവം തമ്പുരാൻ അവനെ അനുഗ്രഹിക്കുകയാണ്. കാരണം അവന്റെ ഉള്ളിൽ ഉണ്ടായിരുന്നതായ കളകളെന്നും നിലനിൽക്കുന്നതല്ലായിരുന്നു. ആ കളകളെല്ലാം ദൂരീകരിച്ചിട്ട് നല്ല വിളകൾ പുറപ്പെടുവിക്കുവാനുള്ള വലിയ ഒരുക്കവും സമർപ്പണവും അവന്റെ ജീവിതത്തിൽ അവൻ പ്രാപിക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ ദൈവദൂതനോട് ഇപ്രകാരം മൽപ്പിടുത്തം നടത്തി, നീ എന്നെ അനുഗ്രഹിച്ചിട്ടല്ലാതെ ഞാൻ നിന്നെ വിടുകയില്ല എന്ന് പറയുവാനുള്ള കാരണം, ദൈവാനുഗ്രഹം അവന്റെ ജീവിതത്തിലുള്ള കളകളെല്ലാം ദൂരീകരിക്കപ്പെടുവാൻ മുഖാന്തരമായി തീർന്നു. ദൈവ സാന്നിധ്യം അവന്റെ ജീവിതത്തിൽ നന്മയ്ക്ക് വേണ്ടിയുള്ള ഒരു സമർപ്പണത്തിന് മുഖാന്തരമായി തീർന്നു. വാത്സല്യമുള്ളവരെ, നമ്മളുടെയൊക്കെ തിരഞ്ഞെടുപ്പും നിയോഗവും ഒക്കെ എന്തെന്ന് മനസ്സിലാക്കുവാൻ നമുക്ക് സാധിക്കണം. കർത്താവ് പാപികളെയും പാപങ്ങൾ ചെയ്യുന്നവരെയും തന്നോട് അടുപ്പിച്ചു. പക്ഷേ അവൻ ദുഷ്ടന്മാരെ വെറുക്കുകയാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 1 തന്നെ ഇപ്രകാരമായിട്ടാണ് ആരംഭിക്കുന്നത്. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം, ദുഷ്ടന്മാരെ വെറുക്കുന്നവനാണ് ദൈവം, ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ. പാപികളെ അവരുടെ മാനസാന്തരത്തിൽ സന്തോഷിക്കുന്നവനാണ് ദൈവം. തെറ്റുകാരുടെ മനംതിരിവിന് വേണ്ടി ആഗ്രഹിക്കുന്നവനാണ് ദൈവം. അപ്രകാരമുള്ള ഒരു ദൈവസന്നിധിയിൽ നാം ആയിരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദുഷ്ടത പ്രവർത്തിച്ചുകൊണ്ട് ഈ ലോകത്തിൽ ജീവിക്കുന്നവന് ഒരിക്കലും അവന് വിജയം കൈവരിക്കുവാൻ സാധിക്കുകയില്ല. നിയമങ്ങൾ അനുസരിക്കുവാൻ വേണ്ടി തിരുവചനത്തിലൂടെ ഓരോരോ സംഭവങ്ങളും നമ്മെ കർത്താവ് പഠിപ്പിക്കുകയാണ്. ഇന്നത്തെ ഈ ഉപമ തന്നെ, നിന്റെ ജീവിതത്തിൽ നീ ക്രിസ്തുവിനോട് അടുക്കാതിരിക്കുന്നുവെങ്കിൽ അടുക്കുവാൻ നിന്റെ ജീവിതത്തിൽ അവസരം തന്നിരിക്കുന്നു കർത്താവ് എന്ന് മനസ്സിലാക്കുവാനുള്ള ഒരു സംഭവമായി, ഒരു ഉദാഹരണമായി അതിനെ കാണുവാൻ, അതിനെ ഉൾക്കൊള്ളുവാൻ സാധിക്കണം. ഒന്ന് പത്രോസിന്റെ ലേഖനം 3:17 പ്രകാരം നമ്മൾ വായിക്കുന്നുണ്ട്, നന്മ പ്രവർത്തിച്ചിട്ട് കഷ്ടത അനുഭവിക്കുക എന്നതാണ് ദൈവഹിതമെങ്കിൽ അതാണ് തിന്മ പ്രവർത്തിച്ചിട്ടുള്ള കഷ്ടത അനുഭവിക്കുന്നതിനേക്കാൾ നല്ലത്. ഒരു ക്രിസ്ത്യാനിയായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കഷ്ടതയുണ്ട് പ്രിയപ്പെട്ടവരെ. നമ്മളെല്ലാവരും സുഖലോലുപതയിൽ മുഴുകി ജീവിക്കുവാൻ വേണ്ടി വിളിച്ചു വേർതിരിക്കപ്പെട്ടവരൊന്നുമല്ല. ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ കഷ്ടതയുണ്ടാകും. അത് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് അത് അനുഭവിക്കുവാൻ, അത് സ്വീകരിക്കുവാൻ സാധിക്കുക എന്നുള്ളതാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. അല്ലാതെ തിന്മയുടെ പിന്നാലെ പരക്കം മാഞ്ഞ് കഷ്ടത ഉണ്ടാകുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് തള്ളപ്പെടുവാൻ നമ്മളെ ഒരിക്കലും വിട്ടുകൊടുക്കരുത്. ഇന്നത്തെ ഈ വേദഭാഗം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തോടുള്ള ബന്ധത്തിന്റെ ആ ആഴത്തെ ഒന്ന് സൂക്ഷ്മമായി വിശകലനം ചെയ്യുവാനായി നമ്മെ പ്രാപ്തരാക്കുന്ന ഒരു വേദഭാഗമാക്കി മാറ്റട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് അരുളി ചെയ്തു, യോഹന്നാന്റെ സുവിശേഷം 14:18 ഞാൻ നിങ്ങളെ അനാഥരായിട്ട് വിടുകയില്ല. നമ്മളുടെ കൂടെ നമ്മുടെ കർത്താവുണ്ട്. നമ്മുടെ പ്രതിസന്ധികളിൽ, നമ്മുടെ ജീവിതത്തിന്റെ ഏതൊരു സാഹചര്യത്തിലും അവൻ നമ്മളോടൊപ്പമുണ്ട്. അവൻ നമ്മെ കരുതുന്നവൻ, നമ്മെ സംരക്ഷിക്കുന്നവൻ. അതുകൊണ്ട് ദൈവത്തിൽ ശരണം വെച്ചുകൊണ്ട് ജീവിക്കുവാൻ,
ഈ ലോകപരമായിരിക്കുന്ന ബന്ധങ്ങളിൽ കൂടുതൽ കൂടുതൽ ഇടപഴകി ദൈവത്തിൽ നിന്ന് അകന്നു പോകാതിരിക്കുവാൻ ശ്രദ്ധിച്ചു കൊള്ളണം എന്നുകൂടെ ഓർമ്മിപ്പിച്ച് ആ ഭാഗത്ത് നിന്ന് ഞാൻ വിരമിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം ഈ പരിപാവനമായ ദേവാലയത്തിൽ വരുവാൻ, വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ദൈവം ഭാഗ്യം തന്നു. ഈ വഴിയിലൂടെ പലവട്ടം കടന്നുപോയിട്ടുണ്ട്. ഒരു ശമാശനായിരിക്കുമ്പോൾ ഈ ദേവാലയത്തിന്റെ കൂദാശാകർമ്മത്തിൽ വന്ന് സംബന്ധിക്കുവാൻ, ഇപ്പോഴത്തെ ബാവാ തിരുമേനിയോടൊപ്പം വന്ന് സംബന്ധിക്കുവാനുള്ളതായ ഒരവസരം ബലഹീനായി എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ വിശുദ്ധ കുർബാന അർപ്പിക്കുവാൻ ഇടയായി. ഈ വർഷത്തെ പെരുന്നാളിന് വരണമെന്നാണ് ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ ആവശ്യപ്പെട്ടത്. എങ്കിലും ചില ക്രമീകരണങ്ങളൊക്കെ ചെയ്താണ് ഇന്ന് ഇവിടെ വരുവാൻ ഇടയായത്. ഇടവകയുടെ വികാരിയായിരിക്കുന്ന എത്രയും വന്നിയ ഏലിയാസ് അച്ഛൻ, അദ്ദേഹം പൗരോഹിത്യത്തിന്റെ 50ാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. 1975 ജൂൺ മാസം 23-ാം തീയതി അദ്ദേഹം, മെയ് മാസം 23-ാം തീയതി അദ്ദേഹം ഒരു ശമാശനായി വിളിച്ച് വേർതിരിക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ നിയോഗവും തെരഞ്ഞെടുപ്പും ഒക്കെ യോഗ്യമാംവിധം അദ്ദേഹം കഴിഞ്ഞ 50 വർഷത്തോളം കാലം ദൈവസന്നിധിയിൽ സമർപ്പണത്തോടെ നിറവേറ്റി. ഒരു പുരോഹിതനെ കുറിച്ച് പറയുന്നത് ഒട്ടധികം പേരെ ധനവാന്മാരാക്കി തീർത്ത ധനരഹിത എന്നാണ്. ഒരു പുരോഹിതൻ കിഴക്കോട്ട് കൈമലർത്തി പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ യാചിച്ച് പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് തന്റെ ജനത്തിന് നൽകുകയാണ്. ഹി ഈസ് സെൽഫ് എംപ്റ്റിയിങ് ഹിംസെൽഫ്. സ്വന്തമായി അവൻ ശൂന്യനാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവൻ ശൂന്യത വരുത്തുന്ന ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ ദൈവം തമ്പുരാൻ അവന് റീഫിൽ ചെയ്യുകയാണ്, വീണ്ടും വീണ്ടും അവന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ഒരു പുരോഹിതനിലൂടെ ദൈവത്തിന്റെ ജനം അനുഗ്രഹം പ്രാപിക്കുന്നത്. ദൈവം ജനത്തെ അനുഗ്രഹിക്കുന്നത് പൗരോഹിത്യത്തിലൂടെയാണ്. ഒരുപക്ഷെ ഇന്നത്തെ ഈ സോഷ്യൽ മീഡിയ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുരോഹിതന്മാരെയും മേൽപ്പെട്ട സ്ഥാനികളെയും ഒക്കെ ഒത്തിരി പരിഹസിക്കുന്നതായ ഒരു കാലഘട്ടത്തിലൊക്കെയാണ്. എന്നിരുന്നാലും ദൈവം നൽകിയതായ വലിയൊരു പൗരോഹിത്യ നൽവരമുണ്ട്. അത് തന്റെ ജനത്തിനു വേണ്ടി കൊടുക്കുവാൻ ഉള്ളതാണ്. അത് നൽകുമ്പോൾ പുരോഹിതൻ ധന്യനായി തീരുന്നു, ജനം അനുഗ്രഹീതരായി തീരുന്നു. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ 50 വർഷത്തോളം കാലം അച്ഛനത് ഏറ്റവും ശ്രേഷ്ഠകരമായി നിറവേറ്റി. 70-ാമത്തെ വയസ്സിലേക്ക് അദ്ദേഹം പ്രവേശിക്കുന്നു. ഈ വർഷം അവസാനത്തോടുകൂടി അദ്ദേഹം തൻ്റെ വികാരിത്വത്തിൻ്റെതായ ശുശ്രൂഷയിൽ നിന്ന് വിരമിക്കുകയാണ്. ഒരു പുരോഹിതനെ സംബന്ധിച്ചിടത്തോളം ഒരു പുരോഹിതന് റിട്ടയർമെന്റ് ഇല്ല. കാരണം നാവ് ചലിക്കുന്ന സമയം വരെയും പ്രാർത്ഥിക്കുവാൻ, നാവ് ചലിക്കുന്ന സമയം വരെയും തന്റെ ജനത്തിനു വേണ്ടി ബലിയർപ്പിക്കുവാൻ നിയോഗിക്കപ്പെട്ടിരിക്കുന്നവനാണ് ഒരു പുരോഹിതൻ. അതുകൊണ്ട് ഒരു പുരോഹിതന് തന്റെ പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്നൊരു റിട്ടയർമെന്റ് ഇല്ല. പക്ഷേ വികാരി എന്നുള്ള സ്ഥാനത്ത് നിന്നുള്ള ഒരു റിട്ടയർമെന്റ് ആണ് ഭദ്രാസനങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. വന്യ ഈരാളിൽ അച്ഛന്റെ വൈദികനായിട്ടുള്ള ആദ്യത്തെ അപ്പോയിന്റ്മെന്റ് ഈ പള്ളിയിലേക്കായിരുന്നു, ഈ ചാപ്പലിലേക്കായിരുന്നു. 16 ദീർഘവർഷത്തോളം കാലം അദ്ദേഹം ഈ ചാപ്പലിൽ ശുശ്രൂഷ നിർവഹിച്ചു. 3 പ്രാവശ്യം ആയിട്ട് അദ്ദേഹം ഈ ചാപ്പലിൽ സേവനം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ശുശ്രൂഷകൾ അവസാനിപ്പിക്കുന്നത്, ഒരു വികാരി എന്ന രീതിയിൽ അവസാനിപ്പിക്കുന്നത് ഈ ചാപ്പലിൽ നിന്നാണ്. അച്ഛനെ നമുക്കോർത്ത് പ്രാർത്ഥിക്കാം. ശ്രേഷ്ഠ ബാവാ തിരുമേനിയുടെ ഒരു വാത്സല്യ പുത്രൻ എന്ന സ്ഥാനത്തായിരുന്നു ബഹുമാനപ്പെട്ട അച്ഛൻ കാലം ചെയ്ത പുണ്യശ്ലോകനായ തോമസ് പ്രഥമൻ ബാവായുടെ. അതുകൊണ്ടാണ് ബാവാ തിരുമേനി അദ്ദേഹത്തെ തിരുമേനിയുടെ നേരിട്ട് ചുമതലയിലുള്ളതായ പട്ടിമറ്റം സ്കൂളിന്റെ, മോർക്കൂറിലോ സ്കൂളിന്റെ ചുമതലയിലൊക്കെ ആക്കുകയുണ്ടായത്. അത്രയും വിശ്വസ്തയോടുകൂടി ശ്രേഷ്ഠ ബാവായോടൊപ്പം അദ്ദേഹം ചേർന്ന് നിന്നു എന്നുള്ളതൊക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമായിട്ട് നമുക്ക് കാണുവാൻ ഇടയാകുന്നു. അച്ഛന് എല്ലാവിധമായ നന്മകളും ദൈവനാമത്തിൽ ഈ അവസരത്തിൽ നേരുകയാണ്. അച്ഛന്റെ കൊച്ചമ്മയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു.
അതേപോലെ തന്നെ മക്കളെയും എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ പൗരോഹിത്യത്തിന്റെ നൽവരം അച്ഛൻ്റെ കുടുംബത്തിനും അച്ഛൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഏറ്റവും അനുഗ്രഹകരമായി തീരട്ടെ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. വന്യപാലായിൽ അച്ഛനെ ഓർക്കുകയും അദ്ദേഹം സഭയ്ക്കായി നിർവഹിച്ച എല്ലാ ശുശ്രൂഷകളെയും പ്രത്യേകം ഈ തരുണത്തിൽ അനുസ്മരിക്കുകയും ചെയ്യുന്നു. ഒരു നല്ല സുവിശേഷകൻ എന്ന രീതിയിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ സഭയ്ക്ക് ഏറെ പ്രയോജനപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ പ്രിയപ്പെട്ട വന്യ എലിയാസ് അച്ഛനെയും ഈ തരുണത്തിൽ വിനയപൂർവ്വം ഓർക്കുന്നു. അച്ഛൻ്റെ മകൻ ഇന്ന് മദ്ബഹായിലെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയുണ്ടായി. ആ കുഞ്ഞിന് സർവ്വവിധമായ നന്മകളും തുടർന്നുള്ള ഈ ശുശ്രൂഷാ ജീവിതത്തിൽ ദൈവം കൊടുക്കട്ടെ. ഈ പള്ളിക്കാര്യത്തെ ഓർക്കുന്നു. ഈ പള്ളിയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ഓർക്കുന്നു. ഈ പെരുന്നാൾ ഏറ്റവും അനുഗ്രഹകരമായ രീതിയിൽ ഇവിടെ നിർവഹിക്കുവാൻ ഇടയാകട്ടെ. ഈ പള്ളിയുടെ ട്രസ്റ്റിമാർ, മാനേജിംഗ് കമ്മിറ്റി, അധ്യാത്മിക പ്രസ്ഥാനങ്ങൾ എല്ലാം ഏറ്റവും സമർപ്പണത്തോടുകൂടി ശുശ്രൂഷകളൊക്കെ സേവനങ്ങളൊക്കെ നിർവഹിച്ചു പോരുന്നു. ഞാനിന്ന് രാവിലെ 7 മണിക്ക് മുമ്പായി തന്നെ ഈ പള്ളിയിലേക്ക് എത്തുമ്പോൾ ഈ പള്ളിയുടെ ഗായസംഘത്തിലെ കുഞ്ഞുങ്ങൾ അവർ ഗാനങ്ങൾ ആലപിച്ചുകൊണ്ട് ഇവിടെ നിൽക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. സാധാരണ ഒരു പള്ളിയിലേക്കൊക്കെ വരുമ്പോൾ 2 or 3 പേരൊക്കെ നിന്നുകൊണ്ട് ഗാനങ്ങളൊക്കെ ആലപിച്ച് അങ്ങനെയൊക്കെയുള്ള ഒരു പതിവൊക്കെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഈ കുഞ്ഞുങ്ങളൊക്കെ വന്നു നിന്ന് രാവിലെ തന്നെ ഗാനങ്ങൾ ആലപിച്ചത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. നിങ്ങളുടെ അപ്രകാരമുള്ള നല്ല നല്ല ശൈലികൾ പെരുന്നാൾ ദിവസം മാത്രമല്ല എല്ലാ ദിവസവും ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം ആഗ്രഹിക്കുകയും നിങ്ങളെ പ്രത്യേകം അനുമോദിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഒരു വാക്കുകൂടെ ഓർമ്മിപ്പിച്ച് നിർത്തട്ടെ. നമുക്കറിയാം, നമ്മുടെ മഴുവന്നൂർ പള്ളി ഉൾപ്പെടെ, നമ്മുടെ തലപ്പള്ളി ഉൾപ്പെടെ 7 പള്ളികളുടെ കേസ് ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 2-3 ദിവസമായി ശക്തമായ വാദങ്ങളൊക്കെ ഉണ്ടായി. അനുഗ്രഹീതമായ രീതിയിൽ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുവാൻ സാധിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. ന്യായാധിപന്മാരുടെ മുമ്പിലാണ് നിയമം. എന്നിരുന്നാൽ തന്നെയും നമുക്കറിയാം, നമ്മളെപ്പോഴും അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗമാണ്. നമ്മൾ കഷ്ടപ്പെട്ട് പണിത പള്ളികളിൽ നിന്നും നമ്മളെ ആട്ടിയിറക്കി വിടുകയാണ്. ഇതിനൊരു പരിസമാപ്തി ഉണ്ടാകണം. ഈ തലമുറയിലൂടെ ഇത് പരിഹരിക്കപ്പെടണം. ഇനിയുള്ള തലമുറയ്ക്ക് ഇതിങ്ങനെ കെടാതെ ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് കൊടുക്കാൻ അത് സാധ്യമല്ല. ഇനി ഈ സഭ ശക്തമായ ഒരു ഉയർച്ചയും വളർച്ചയും ഉണ്ടായി നല്ല ഒരു നിലയിലേക്ക് എത്തപ്പെടണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന അനേക ലക്ഷങ്ങൾ ഈ സഭയിലുണ്ട്. മറുവിഭാഗത്തിലുമുണ്ട് സമാധാനം ആഗ്രഹിക്കുന്നവർ. അതുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി ഇടപെട്ട് യോഗ്യമായ ഒരു പരിഹാരം, ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകുവാൻ ഈ നോമ്പിന്റെ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്കാരുടെയും മുതലോ അതേപോലെ തന്നെ ആരുടെയും സമ്പാദ്യമോ വേണ്ട. നമുക്കുള്ളതും നമ്മളുടേത് അപഹരിച്ചെടുത്തിട്ടുള്ളതും അത് മാത്രം നമുക്ക് മതി. നമ്മുടെ പിതാക്കന്മാരുടെ കണ്ണുനീരാണത്, നമ്മുടെ കാരണവന്മാരുടെ കഷ്ടപ്പാടാണ്. അത് നമ്മളുടെ അവകാശമാണ്. അതിനുവേണ്ടിയുള്ള ഈ നിയമ നടത്തിപ്പിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം എന്നുകൂടെ ഈ തരുണത്തിൽ വിനയപൂർവ്വം ആവശ്യപ്പെട്ട് ഒരിക്കൽ കൂടി നിങ്ങളെ കൂടിക്കണ്ടതിലുള്ള സന്തോഷം അറിയിച്ച് വാക്കുകളെ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.